നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ കുറച്ചേറെ പണികളുണ്ട്. വേറെ പണികളൊന്നുമല്ല, എനിക്കെന്നൊന്ന് നമുക്ക് നമ്മുടെ മലയാളം ടെലിവിഷൻ അസോസിയേഷൻ, ആത്മ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ നമ്മുടെ ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾക്കായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമ്മ പോലെ തന്നെയാണ് ആത്മ, ടെലിവിഷൻ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ആത്മ, മറ്റത് ഫിലിം ബന്ധപ്പെട്ടിട്ടുള്ളത് അമ്മ. അപ്പം നമുക്കൊരു ഇൻഷുറൻസിൻ്റെ ഒരു ഇത് അവരിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് അവിടെ നമ്മുടെ ആധാറും ഡീറ്റെയിൽസൊക്കെ കൊണ്ടു കൊടുക്കണം. മിത്ര നികേതൻ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ കാറിൽ ചെറിയ 2-3 മിനുക്ക് പണികളുണ്ട്, അത് ചെയ്യാനായിട്ട് സമയമുണ്ടെങ്കിൽ കൊടുക്കാൻ പോകണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ 90% ഓക്കെ ആയിട്ടുള്ളൂ. ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു മൊത്തത്തിലൊരു ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ഗ്യാസ് എന്തെങ്കിലും കയറിയതാണോ എന്താണെന്ന് അറിയില്ല. എങ്കിലും ഓക്കെ ആയിട്ടോ, വേറെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ഞാൻ എന്തായാലും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ കൊണ്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ആത്മയുടെ പരിപാടികൾ കഴിഞ്ഞു. ആത്മ എന്നാട്ടോ നമ്മുടെ അസോസിയേഷൻ്റെ പേര്. തന്നെ ഏട്ടൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഏട്ടൻ കാർ കൊണ്ടുപോയി. അപ്പോൾ ഏട്ടൻ്റെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞു. ഇവിടെ ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെന്നാണ് കരുതിയത്, പക്ഷേ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഏട്ടൻ കാർ കൊണ്ട് പോയതും അവിടെ പരിപാടി കഴിഞ്ഞു, എൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. 11:30 മണിയായി. ഞാൻ 9:30 ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. പക്ഷേ കുറച്ച് താമസം, പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഴയ ഒരുപാട് പേരെയൊക്കെ കാണാൻ പറ്റി, പഴയതും പുതിയതായിട്ടുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റി. ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത് വരും. നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ അമ്മയിലൊക്കെ ഉള്ള മീറ്റിംഗ് പോലെ ആത്മയിലും മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പോകുമ്പോഴും എല്ലാവരെയൊക്കെ കാണും. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ കാണും. ഇന്നിപ്പോൾ കുറേ നാളിന് ശേഷം എല്ലാവരെയൊക്കെ കണ്ടു, സന്തോഷം. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. എല്ലാവരും കൂടെ ഒക്കെ ആയിട്ട് എനിക്കൊരു ചമ്മൽ പോലെ, അതുകൊണ്ട് പിന്നെ എടുത്തില്ല. പക്ഷേ എടുക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നി. എന്തായാലും ഏട്ടൻ ഇപ്പോൾ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. ഏട്ടൻ ഇവിടെ അടുത്തെത്തി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. ഞാൻ കരുതി ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇല്ല, എത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ഈവനിങ് ആണ് വേദയ്ക്ക് ഡാൻസ് പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പുകളുണ്ട്. 4 മണിയാകുമ്പോഴേ റെഡിയാവാൻ കയറണം. 7:30-ക്കാണ് വേദയുടെ പ്രോഗ്രാം. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ റെഡിയാവാൻ കയറണം. ഞാൻ തന്നെയാണ് റെഡിയാക്കാമെന്ന് കരുതിയത്. കുറച്ചെല്ലാം ഒന്ന് ബ്രൈറ്റായിട്ട് ഡാർക്കായിട്ട് ചെയ്താൽ മതിയല്ലോ. ഞാൻ ഈ കാറ് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. കാറിന് കണ്ടില്ല. റോഡൊക്കെ ബ്ലോക്കാണ്. ഇപ്പം എത്തുമെന്ന് ഏട്ടൻ പറയും, കണ്ടില്ല. ഇതാട്ടോ നമ്മൾ കാറിൽ ചെയ്ത ചെറിയൊരു പരിപാടി. ഈ ഒരു സാധനം അങ്ങോട്ട് ഫിറ്റ് ചെയ്തു, അത്ര തന്നെ ചെയ്തത്. അത് നമ്മൾ കാർ എടുത്തപ്പോൾ ആ സാധനം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാറിൽ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. എന്നാൽ പിന്നെ അത് ചെയ്തേക്കാമെന്ന് കരുതിയാണ് ആ ഒരു ചെറിയ സംഭവം വെച്ചത്. ഇപ്പോൾ ഓക്കെ ആയി. വേദയുടെ ടെക്സ്റ്റും നോട്ടും പൂജ വയ്ക്കാനായിട്ട് മടക്കിപ്പെട്ടി കെട്ടി വയ്ക്കുക കേട്ടോ. സ്കൂളിൽ നിന്ന് വന്ന പാടെ പൂജ വയ്ക്കാമെന്നും പറഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്നാണ് പൂജ വയ്ക്കുന്നത്. അപ്പോൾ വേദ ഡാൻസ് കളിക്കുന്ന അമ്പലത്തിൽ തന്നെയാണ് എല്ലാ വർഷവും നമ്മൾ പൂജ വയ്ക്കാറ്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ വയ്ക്കാൻ കരുതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കരുതി നമുക്ക് വീട്ടിൽ വയ്ക്കാൻ നല്ല ഗ്രാൻഡായിട്ടെന്നൊക്കെ കരുതി. പക്ഷെ നമ്മൾ വീട്ടിൽ വയ്ക്കുന്നതിന് അത്ര ഒരു ഇതേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ കരുതി ഇപ്രാവശ്യം അമ്പലത്തിൽ തന്നെ കൊടുക്കാം എന്ന് കരുതി. അപ്പോൾ വേദയ്ക്കുന്ന പ്രോഗ്രാം 7:30-ക്കാണ്. പൂജ 7 o'clock വയ്ക്കും. അപ്പം നേരത്തെ ഏട്ടൻ കൊണ്ടൊന്ന് കൊടുക്കും. ഇത് ഒന്ന് സീൽ ചെയ്ത ശേഷം നമ്മളിപ്പം മേക്കപ്പിന് കയറും. വേദ അൾട്ടാക്ക് ഇടാനുണ്ട്. വേണോടെ അൾട്ടയൊക്കെ ഇട്ട് പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്യണം, ഡ്രസ്സ് ഇടണം. അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല. ഇതൊക്കെ ഇനി ഞാൻ വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴേ കയറിയാലേ പറ്റൂ. ന്യൂസ് പേപ്പറിൽ പൊതിയായിരുന്നു, പക്ഷേ ന്യൂസ് പേപ്പറിൽ പൊതിയാൻ കുറച്ച് പാട്. അതുകൊണ്ട് പിന്നെ കരുതി എല്ലാം ഇളവി പിടി. നോക്കട്ടെ, ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളെ വസ്ത്രയുടെ വലിയ ടേപ്പ് എടുത്തുണ്ടോ? ചെറിയ ടേപ്പിൽ നടക്കില്ല കേട്ടോ. ഇത് വസ്ത്രയുടെ ടേപ്പാണത്. സെലൂ ടേപ്പ്. മറ്റേ ഒരുപാട് ഓർഡർ, ഇപ്പം 2-3 ഒക്കെ ചിലർ ഓർഡർ ചെയ്യുമ്പോൾ ഒരുമിച്ച് നമുക്ക് സീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിലാകുമ്പോൾ ഇരിക്കും. വേദ ഡാൻസൊക്കെ ഒരു പ്രാവശ്യം കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പിന് കയറാമേ. എന്ത് ഇത് ഒട്ടണതല്ലേ ഇതിൽ? ഇതിലൊട്ടുമില്ല ഗൈസ്. ദിസ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഇത് ഈ കവറിൽ ഒട്ടുന്നതല്ല. വേദ ഒരു നെയിം സ്ലിപ്പൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ച് അതും ഇളകി പോകുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മൾ വസ്ത്രയുടെ വലിയ കവറുണ്ട്, അതിൽ ഒട്ടിക്കാമെന്ന് കരുതി. നിങ്ങളുടെ നടക്കുമോ? അത് കുഞ്ഞ് കവർ, അതേ പറ്റൂല. വലുതുണ്ട്. ആ കവറല്ല, അല്ലാതെ ഇതിൻ്റെ ഇതുപോലത്തെ കവറുണ്ട്.
ഇത് കയറുമോ നോക്ക്. അപ്പൊ വലുത് അവരൊരു തുണി കൊണ്ടുവന്ന് കൊടുക്കണം. പെന്നൊക്കെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചില്ല വെച്ച് വെച്ച് ഞാൻ വെച്ച് തിരിച്ച് വെച്ച് നോക്കാം. അപ്പം ഫുൾ കവറായിരിക്കും, ഇങ്ങനെ ഇരിക്കും. എന്നിട്ടിങ്ങനെ ഇവിടെ അല്ലാതെ ഒട്ടിപ്പോയി. ഒരു ടേപ്പ് കൂടെ അടിച്ചപ്പം സെറ്റായി. വേദാ മനോജ്, കുമാരി വേദാ മനോജ്. ഓഹോ മതി മതി, ഞാൻ ചുമ്മാ പറഞ്ഞ വേദാന്ന് മാത്രം മതി. അവരൊരു ഇത് തരും. ഇനി പോയി അൾട്ട എടുത്തുണ്ടോ? അൾട്ട എടുത്തിട്ട് വാ, സമയാവണേ. ഓ ഇവക്കൊന്നും അറിയണ്ട, ബാഗിലുണ്ട്. അൾട്ട ഇടുമ്പോഴത്തെ പാട് വാ. വേറെ ഒന്നുമില്ല. എൻ്റെ ഗ്ലൗ ഒന്നും കാണാനില്ല. പിന്നെ കൈ കിട്ടിയ കവറിനെ ഞാൻ ഗ്ലൗ ആക്കി കേട്ടോ. ഒരു സാധനം ഒരിടത്ത് നോക്കിയാൽ കാണൂല. മാറ്റി വയ്ക്കും. ഒരു ബ്രഷ് അൾട്ട ഇടാൻ വാങ്ങിക്കണമെന്ന് വെച്ചിട്ടില്ല. കുഞ്ഞു കൊണ്ട് എൻ്റെ ഉടുപ്പിലൊക്കെ എവിടെ പോയി. എന്തൊരു ഗതികെട്ട ജീവിതമാണ് നമ്മുടേത്. ചിലർ പറയുമ്പോൾ ആനയെ വാങ്ങിക്കാൻ, ആന തോട്ടി വാങ്ങിക്കാനാണ്. ആ അവിടെ നിറയെ കൊതുണ്ടടാ. വേദം ഇറങ്ങി അൾട്ടയൊന്നും വേണ്ടാന്ന്. കാരണം അത് ഇട്ടാൽ പിന്നെ പോവാൻ വലിയ പാടാണ്. ചിലര് വി ഷേപ്പിൽ അൾട്ട ഇടും. കാല് നേരെ വേ. ആ അങ്ങനെ വേ. ഇങ്ങനെ കാലിൻ്റെ സൈഡിലൊക്കെ ആയാലേ ഇങ്ങനെ വിടർത്തി കളിക്കുമ്പോഴൊക്കെ ഭംഗി വരും. അതിടാം. കയ്യിലും ദേഹത്തും ഇടുന്നവരെ ദേഹത്തും ഒക്കെ ആവും ഇയാളുടെ ഇട്ടാ. അത് കുഴപ്പമില്ല. ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ഇന്ന് തിരിച്ചു വയ്ക്കാൻ പറ്റും. കേടാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ബ്രഷ് ഇല്ലെങ്കിലും ഇത് എതുണ്ട് കേട്ടോ. പഞ്ഞിയിലിങ്ങനെ തിരിഞ്ഞ് കാണിച്ചോട്ടാ. ഈ സൈഡിലായില്ല, തിരിഞ്ഞില്ല. കാലിലെ ടാസ്ക് അങ്ങനെ കഴിഞ്ഞു. ഇന്ന് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ആ ഓക്കെ, ഞാൻ കണ്ടില്ല. ഡാൻസ് ഒരു പ്രാവശ്യം കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് എന്തോന്ന് ഡ്രസ്സൊക്കെ മാറാം. കൈ കാണിര് വാ. മൈലാഞ്ചി വേറെ, ഇത് വേറെ. നല്ല റെഡായിട്ടിരിക്കൂല. കൈ നേരെ ഇങ്ങനെ ഇങ്ങനെ പിടി, അങ്ങനെ പിടി. പോരെ നിങ്ങളുടെ കയ്യിലായാലും കുഴപ്പമില്ല. അതിലാവുള്ള മതി 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 മതി. കുളമാക്കാതെ ഞാൻ അറിയൂല അങ്ങനെ ഡാൻസർ. കലാമണ്ഡലം വേദാ മനോജ് റെഡിയായിരിക്കുകയാണ് ഗൈസ്.
മാസ്റ്റർ ശ്രീകുട്ടി. എന്തോന്ന് കലാമണ്ഡലം ശ്രീകുട്ടിയുടെ മകൾ കലാമണ്ഡലം വേദ മനോജ്. ഇനി ഒരു പ്രാക്ടീസ്. അങ്ങനെ ഒരു ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് 4-4:30 മണിയായപ്പോഴേക്കും വേദയെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നിട്ടാണ് വേദയെ മേക്കപ്പ് ചെയ്യാനായിട്ട് കയറുന്നത്. കാരണം വേദയെ റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ വീണ്ടും കുളിക്കാനും നനയ്ക്കാനൊക്കെ പോയാൽ ഒരു സമയം എടുക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി അവൾക്കിരുന്ന് പിന്നെ മുഷിച്ചിലാവും. പിന്നെ ഞാൻ റെഡിയായ ശേഷം വേദ റെഡിയാക്കിയാൽ റെഡിയായി നേരെ നമുക്ക് ടെമ്പിളിൽ പോവാമല്ലോ. അതുകൊണ്ട് വേദയെ തന്നെ ഞാൻ തന്നെ റെഡിയായിട്ട് രണ്ടാമത് വേദയെ റെഡിയാക്കാമെന്ന് കരുതി. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ വസ്ത്രയിലെ ഡ്രസ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, വാട്സപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തൊരു ഷോൾ കൂടെ ഉണ്ട് കേട്ടോ. ടോപ്പും പാൻസും ഷോളും 3 പീസായിട്ടാണ് വരുന്നത്. വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയേ. 7:30ക്കാണ് പ്രോഗ്രാം. പക്ഷെ 4:30 മണിയായപ്പോഴേ തുടങ്ങിയതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടിയായിട്ടിരിക്കുന്നു. മറ്റേതായ ഹെയർ ഒക്കെ നമ്മൾ ചെയ്താലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു തരും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ എന്തായാലും കൂടെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ അല്ല നേരത്തെ തന്നെ പരിപാടി തുടങ്ങി. മാത്രമല്ല ഞാൻ ഇന്ന് വരെ ഭരതനാട്യത്തിനൊന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തുടങ്ങിയാലേ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മുടിയെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതായിട്ട് മുടിയും കാര്യങ്ങളും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ദീപ ചേച്ചിയും ഗീത ചേച്ചിയും പ്രകാശ് ചേട്ടനും കൂടി കൊണ്ടുവന്ന് വേദയ്ക്ക് നൈറ്റ് കഴിക്കാനുള്ള ഫുഡും ഒക്കെ വാങ്ങിച്ചോണ്ടാട്ടോ അവർ വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും എത്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ ചീമയും എത്തി, എല്ലാവരും എത്തി. ചീമ കുറച്ച് നേരത്തെ വരാൻ നിന്നതാണ്. ചീമയ്ക്ക് വരാൻ വണ്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചീമ അങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചീമ കുറച്ചൊക്കെ പിടിച്ച് എടുത്തു തരാൻ അവൾ കൂടെ വന്ന് പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് എന്നെക്കാട്ടി നന്നായിട്ട് അവൾക്ക് പരിചയമുണ്ട്. അവൾ എല്ലാവർക്കും ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാണ് കേട്ടോ. പക്ഷെ അവൾ വരാൻ ലേറ്റായി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൾ എത്തിയത്. പിന്നെ ഞാൻ സത്യം പറയാറില്ല, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഭംഗിക്ക് ഒരു കുറവും ഇല്ലാണ്ട് വേറെ ഞാൻ മേക്കപ്പ് ചെയ്ത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആട്ടോ. കാരണം ഞാൻ ഇത്രയും പെർഫെക്ഷനോട് കൂടി വേദയെ റെഡിയാക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആദ്യം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാമെന്ന് കരുതി. പിന്നെ എനിക്ക് കുറച്ചൊക്കെ പരിപാടികൾ അറിയാമല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പണി വാളും ഇല്ലയെന്ന് നോക്കാമെന്ന് കരുതിയാണ്. കുറച്ച് പുരികം ഹെവി ആയിട്ട് വരയ്ക്കണം, കണ്ണും ഹെവി ആയിട്ട് വരയ്ക്കണം. അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഞാൻ എപ്പോൾ പുരികം വരച്ചാലും ഹെവി ആയിട്ട് തന്നെയാണ് വരാറ്, കുളമാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ കരുതിയാണ് വരച്ചത്. ആദ്യം ഒന്ന് കുളമായെങ്കിലും പുരികം ഹെവി ആയിട്ട് വന്നു എങ്കിലും അതിൻ്റെ ഷേപ്പ് കറക്റ്റ് വന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അതിനൊക്കെ ഷേപ്പ് ചെയ്ത് എടുത്തു കേട്ടോ. പക്ഷേ ഫൈനൽ ലുക്ക് വന്നപ്പോഴേക്കും ഒക്കെയാണ്. കണ്ണുമൊക്കെ 1-2 പ്രാവശ്യം മായ്ച്ചും തുടച്ചൊക്കെയാണ് എഴുതിയത്. പക്ഷേ വേറെ ക്ഷമയോടെ ഇരുന്ന് തന്നു കേട്ടോ. പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് വന്നപ്പോഴേക്കും ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിലായി. എനിക്ക് തോന്നുന്നു കണ്ണിൻ്റെ വാല് കുറച്ചുകൂടെ കൂട്ടായിരുന്നു. മുകളിൽ ഞാൻ കുറച്ച് നൈസായിട്ടാണ് വരച്ചത്, കുറച്ചുകൂടെ തിക്കായിട്ട് വരയ്ക്കായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്നെക്കൊണ്ടും ഭരതനാട്യത്തിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഡാൻസിനെക്കാട്ടി ഈസിയാണ് ഭരതനാട്യത്തിന് മേക്കപ്പ് ചെയ്യുന്നത്. കാരണം കുറച്ച് കൂടിയാലും അവിടെ പ്രശ്നമില്ല. മറ്റുള്ള ഡാൻസൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓവറായാലും ഭയങ്കര വൃത്തികേടാണ്. ഭരതനാട്യത്തിന് പിന്നെ കുറച്ച് ഓവറായിട്ട് ഇരുന്നാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നല്ലതായിട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. സത്യം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇത്രയും നന്നായിട്ട് വേദയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. വേദ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത് അത്രയും ഭംഗിക്ക് എനിക്കും വേദയ്ക്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഞാൻ ഒറ്റയ്ക്കാട്ടോ ചെയ്തത്. ലാസ്റ്റ് മൊമെൻ്റാണ് ചീമ വന്നിട്ട് കുറച്ചൊക്കെ മാലയും പൂവൊക്കെ എടുത്ത് തന്നു എന്നല്ലാണ്ട് ബാക്കി ഫുള്ള് ചെയ്തത് ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സന്തോഷമൊക്കെ തോന്നിയായിരുന്നു. എല്ലാവരും കണ്ടിട്ടും നല്ലതാണെന്ന് പറയും. ദീപ ചേച്ചിയും ഗീത ചേച്ചിയൊക്കെ 5 മണിയൊക്കെ ആയപ്പോഴേ എത്തി കേട്ടോ. അച്ഛനൊക്കെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. പിന്നെ ചീമ ഒരു 6-6:15 ആയപ്പോൾ ചീമയും എത്തി കേട്ടോ. എന്തായാലും നമ്മളൊരു 6-6:30 മണിയായപ്പോൾ കംപ്ലീറ്റ് റെഡിയായി. 6 മണി കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് റെഡിയായി. എന്നിട്ട് നോക്കിയപ്പോഴാണ് റൂഷ് ഇടാൻ മറന്നുപോയത്. പിന്നെ ഞാൻ ബ്രഷും കോപ്പൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ കൈ കൊണ്ട് തന്നെ റൂഷൊക്കെ ഇട്ടു സെറ്റ് ചെയ്തു. എന്നിട്ട് കുഞ്ഞു ഫോട്ടോഷൂട്ടൊക്കെ വേണ്ടേ, എല്ലാവരുമായിട്ടൊക്കെ നിന്നൊരു ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് കരുതി. വേദയുടെ ഭരതനാട്യത്തിൻ്റെ ഈ ഒരു മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തതാണതുകൊണ്ട് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിരിക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഇനി ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി. 7:30ക്കാണ് പ്രോഗ്രാം. അവിടെ ദീപാരാധന കഴിഞ്ഞ് ഇന്നാണല്ലോ ടെക്സ്റ്റൊക്കെ പൂജ വയ്ക്കുന്നത്, ടെക്സ്റ്റ് നോട്ട്സൊക്കെ. അപ്പോൾ അതിൻ്റെ പൂജ വയ്പ്പും കഴിഞ്ഞിട്ടാണ് ഇവരുടെ പ്രോഗ്രാം കേട്ടോ. ഇത് വേദയ്ക്കൊരു 2-3 വർഷം മുന്നേ ഉള്ള ഡ്രസ്സാണ്. വേദ അരങ്ങേറ്റ സമയത്ത് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. ബ്ലൗസൊക്കെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് വലുതായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ബ്ലൗസൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാം ചെറുതായി തുടങ്ങി, ഇറുക്കമായി തുടങ്ങി. പാൻസിൻ്റെ ലെങ്ത്
കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി നെക്സ്റ്റ് ടൈം പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തായാലും ഒരു പുതിയ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം. കാരണം ഇപ്പോൾ റെൻറ്റിന് എടുക്കുകയാണെങ്കിലും നമ്മളൊരു 2-3 പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന പൈസ എന്തായാലും ആവും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വച്ചേക്കാമെന്ന് കരുതി. പിന്നെ ഇപ്പോൾ സാറിൻ്റെ അവിടെയൊക്കെ ഏത് പ്രോഗ്രാം വന്നാലും സാറ് പറയുന്ന ഡ്രസ്സാണ് എടുക്കുന്നത്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതും നഷ്ടമാണ്. സാറ് പറയുന്ന കളർ എടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സ് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ എല്ലാം മേക്കപ്പും ഒക്കെ കഴിഞ്ഞു. ചിലങ്ക അമ്പലത്തിൽ ചെന്ന് ഒന്ന് ദേവിയെ കണ്ട് തൊഴുതിട്ട് കെട്ടാന്ന് കരുതി റെഡി ആയിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അമ്പലത്തിൽ ഇങ്ങനെ വേദയ്ക്ക് ഒറ്റയ്ക്ക് ഈ ഒരു പ്രായത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വേദയെ ഞാൻ മാക്സിമം പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. വേദ ഇനി അവിടെ കയറി കളിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അരങ്ങേറ്റ സമയമൊക്കെ വേദ ഭയങ്കര ഫിയറോട് കൂടിയാണ് കളിച്ചത് കേട്ടോ. സ്റ്റേജ് ഫിയർ നന്നായിട്ടുണ്ടായിരുന്നു, കളിച്ചു. പിന്നെ ഓരോ സ്റ്റേജിലും അവൾ കയറുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം വന്നു തുടങ്ങി. ആ ഒരു ഫിയർ എല്ലാം മാറി നല്ല രീതിയിൽ കളിച്ച് തുടങ്ങി. അരങ്ങേറ്റ സമയത്ത് ആക്ച്വലി അതിന് മുന്നേ അവൾ സ്കൂളിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ആ സ്റ്റേജിൽ കയറിയപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു മുഖത്ത് ആ ഒരു പേടിയല്ല, ഒരു അന്താളിപ്പായിരുന്നു കേട്ടോ. പിന്നെ അത് ശരിയായി വന്നു. ഇന്ന് ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. മറ്റേത് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അറിയില്ല, അവിടെ ചെന്ന് കളിക്കുമ്പോഴേ അറിയാവൂ. എല്ലാം ജ്വല്ലറിയൊക്കെ പൊട്ടി പറഞ്ഞു തുടങ്ങി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, വേദയുടെ അരങ്ങേറ്റ സമയത്ത് വാങ്ങിയ സാധനങ്ങളാണ് എല്ലാം. എല്ലാവർക്കും ആകെ കൂടി പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്നേന്ന് പുതിയത് വാങ്ങണം. അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പക്ഷെ ഞാനും ഏട്ടനും വേദയും കൂടി നിന്ന് മാത്രം ഫോട്ടോ എടുത്തില്ല കേട്ടോ. ബാക്കി എല്ലാവരും കൂടിയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. എടുത്ത ശേഷം നേരെ അമ്പലത്തിൽ പോകാൻ നേടിയപ്പോൾ ചേട്ടനൊക്കെ കാറിലല്ലേ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്രകാശ് ചേട്ടനും ദീപ ചേച്ചിയും കൂടെ വന്ന കാറിൽ ചീമയും വേദയും കൂടി പോവും, ഞാൻ സ്കൂട്ടറിൽ പിറകെ വരാം, ഏട്ടൻ പിള്ളേരിൽ അച്ഛനെയും കൊണ്ട് വരും, അപ്പോൾ അച്ഛനെ ഒന്ന് തിരിച്ച് വീട്ടിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ കാറിൽ പോവും, ഞാൻ പിറകെ സ്കൂട്ടറിൽ പോകാമെന്ന് കരുതി. വേദയുടെ ഷോളും ചിലങ്കയൊക്കെ കയ്യിൽ കൊടുക്കുകയാണ്. ചിലങ്കയൊക്കെ നാളെ പൂജ വയ്ക്കാൻ കൊടുക്കാമെന്ന് കരുതി. വേദയുടെ ഡാൻസ് സ്കൂളിൽ ഭയങ്കര ഗ്രാൻഡായിട്ട് ചിലങ്ക പൂജയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇനി അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സാറ് പറഞ്ഞു ഇങ്ങനെ അമ്പലത്തിൽ വച്ചിട്ട് രാവിലെ അവിടെ ഡാൻസ് ഉണ്ടല്ലോ വിജയദശമിയുടെ അന്ന്, അപ്പോൾ അന്ന് കൊണ്ടുപോയിട്ട് സാറിൻ്റെ നിന്ന് കൊടുത്ത് ദക്ഷിണയൊക്കെ കൊടുത്ത് വാങ്ങിയാലും മതി, എവിടെ പൂജ വെച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ കൊടുത്തിട്ട് വരണമായിരുന്നു. ഇന്നിപ്പോൾ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിന് പോയപ്പോൾ പിന്നെ ചിലങ്ക അവിടെ കൊടുത്തിട്ട് വരാത്തത്. അപ്പോൾ പിന്നെ ഇവിടെ താഴെ അമ്പലത്തിൽ വെക്കാമെന്ന് കരുതി. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നാളെ കൊണ്ടുവന്ന് അമ്പലത്തിൽ പൂജയ്ക്ക് ചിലങ്ക കൊടുക്കാമെന്ന് കരുതി. വേദ ശരിക്കും പറഞ്ഞാൽ ഒരു 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വേദയെ ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ളത്. ഞാനും ചീമയൊക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോയിട്ടില്ല. അറിയാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ വേദ എനിക്കെന്തോ ഡാൻസ് പഠിപ്പിക്കണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഏറ്റവും നല്ല സാറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് എന്നെ പഠിപ്പിക്കണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത്, വിനേന്ദ്രൻ സാറെന്ന് പറഞ്ഞിട്ട് ഒരു സാറുണ്ട്, അദ്ദേഹം ഭയങ്കര സീനിയറാണ്, ഒരുപാട് പ്രഗത്ഭരായവരെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഈസ്റ്റ് ഫോർട്ടിലാണെന്നും അച്ഛൻ പറഞ്ഞു. എവിടെയാണെന്നുള്ളത് കറക്റ്റ് അച്ഛൻ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് തപ്പി അവസാനമാണ് സാറിൻ്റെ നമ്പർ എനിക്ക് കിട്ടുന്നത്. സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, 3 വയസ്സേ ആയിട്ടുള്ളൂ, കളിപ്പിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ സാറ് പറയും, കൊണ്ടുവരൂ, കളിക്കുകയാണെങ്കിൽ നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് ഇതുപോലൊരു വിജയദശമി സമയത്താണ് വേദയെ ഞാൻ അവിടെ ചേർക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് സാറിൻ്റെ അവിടെ നിന്ന് കളിക്കുന്നു. സാർ ഇങ്ങനെ അരങ്ങേറ്റം കുറിച്ചു. അടുത്ത ദിവസം മുതൽ വേദ ഡാൻസ് പഠിക്കുക കേട്ടോ. ഒരു 3 വയസ്സ് മുതൽ വേദ ഡാൻസ് പഠിക്കുകയാണ്. അത് കഴിഞ്ഞൊന്ന് നന്നായിട്ട് പഠിച്ച് വന്നപ്പോഴേക്കും കോവിഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതങ്ങ് ബ്രേക്കായി. വീണ്ടും പഴയതെല്ലാം വേദ മാറുന്നു, സ്റ്റെപ്പെല്ലാം മാറുന്നു വന്നിട്ട്. പിന്നെയും ഞാൻ സാറിനെ വിളിക്കുമായിരുന്നു, സാർ എപ്പോൾ ക്ലാസ് തുടങ്ങും എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ആരും വരുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേദയെ മാത്രമായിട്ട് പിന്നെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോകുമായിരുന്നു. കോവിഡ് സമയം സാറിനെ വിളിച്ച് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു വേദയെ അങ്ങനെ പഠിപ്പിച്ചു. അന്നൊന്നും വേദയ്ക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഡാൻസിന്. അപ്പോൾ എല്ലാവരും പറയുകയും ചെയ്യുമായിരുന്നു, എന്തിനവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ഒരു പരിപാടിക്ക് പോകുന്നു, അതാ മഴയോ വെയിലോ ഒന്നും. സാറ് 2:30-ക്കൊക്കെ ക്ലാസ് വയ്ക്കുമ്പോൾ മഴയെങ്കിൽ എക്സ്ട്രീം മഴ, വെയിലെങ്കിൽ എക്സ്ട്രീം വെയിൽ, ആ വെയിലത്ത് മഴയത്ത് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും വഴക്ക് പറയുമായിരുന്നു, എന്തിനീ മഴയത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തിനീ വെയിലത്ത് ഇങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ വഴക്ക് പറഞ്ഞ് വേദ ഒരു പരുവായ അരങ്ങേറ്റമൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേദയ്ക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിന് പോകാനായിട്ട്. ഒരു ക്ലാസ്സിന് ഞാൻ കൊണ്ടുപോയില്ല എങ്കിൽ വേദയ്ക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പം അത്രയും ഇഷ്ടത്തോടെയാണ് വേദ ഇപ്പോൾ കളിക്കുന്നതും പഠിക്കുന്നതും.
അത് കാണുമ്പോഴും ഒരു ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ അമ്പലത്തിൽ വേദയെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോഴും ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴും വേദ കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അതിലേറെ സന്തോഷം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ടതും മഴ കൊണ്ടതും ഒന്നും വെറുതെ ആയില്ല. ഇപ്പോൾ എനിക്ക് ഷൂട്ടുണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ സാറ്റർഡേ സൺഡേ ഞാൻ വേദയെ ഡാൻസ് ക്ലാസ്സിൽ എത്തിച്ചിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് മടി പിടിച്ചിട്ട് എത്തിക്കാൻ പറ്റാത്തത്. ഞാൻ എവിടെയെങ്കിലും അകപ്പെട്ട് പോയാലും പിന്നെ വേദയുടെ ഡാൻസ് ക്ലാസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നില്ല കേട്ടോ. അല്ല എങ്കിൽ എത്ര മഴയെങ്കിലും വെയിലെങ്കിലും എത്ര ഞാനില്ല എങ്കിലും സാറ്റർഡേ സൺഡേ ആ ഒരു സമയമാകുമ്പോൾ വേദയെ ഞാൻ ഡാൻസ് ക്ലാസ്സിന് എത്തിച്ചിരിക്കും. ഇപ്പോൾ എന്തായാലും വേദയ്ക്ക് ഡാൻസിനോടൊരു ഇഷ്ടമുണ്ട്, വേദ കളിക്കുന്നുണ്ട്. അമ്പലത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കളിക്കാനുള്ളൊരു അവസരവും കിട്ടി. അതിലും വലിയൊരു സന്തോഷം എനിക്കിനി തരാനുമില്ല വരാനുമില്ല ഒന്നുമില്ല കേട്ടോ. അത്രയേറെ സന്തോഷമുണ്ട്. നമ്മളങ്ങനെ നേരെ അമ്പലത്തിൽ വന്നു, ദേവിയെ കണ്ടു, തൊഴുതു, പ്രാർത്ഥിച്ചു. അപ്പോൾ ദീപാരാധന സമയമായി. അപ്പോൾ അവിടെ ഇരുന്നൊരു ചേട്ടൻ പറഞ്ഞു വന്ന് ഈ വിളക്കെല്ലാം ഒന്ന് കത്തിക്കൂ എന്ന് പറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെയുള്ള വിളക്കെല്ലാം കത്തിച്ചെടുക്കുക കേട്ടോ. കുറച്ച് വിളക്കുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കത്തിച്ച് കിട്ടും. പക്ഷേ ആ തിരി വെച്ച് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഓരോ തിരിയായിട്ട് എടുത്തെടുത്ത് കത്തിക്കാനാണ് എളുപ്പം. അങ്ങനെ ഓരോ തിരിയായിട്ട് എടുത്തെടുത്ത് കത്തിക്കാം കേട്ടോ. തിരിയെല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദീപാരാധന നട തുറന്നു. അങ്ങനെ ദീപാരാധനയെല്ലാം കുളിർക്കെ കണ്ടു. അപ്പോഴേക്കും വേദയ്ക്ക് ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ സരസ്വതി പൂജ ബുക്ക് പൂജയ്ക്കുള്ള അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദയെ വിളിച്ചുകൊണ്ട് പോയി ഫോട്ടോയൊക്കെ എടുക്കുക കേട്ടോ. ഇതൊന്നും വേദയ്ക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ടാൽ അങ്ങനെ ആയിരിക്കണം, വേറെ ഒന്നും ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. കളിക്കാൻ വരിക, കാരണം ഭയങ്കര ഇറിറ്റേഷനാണ് വേദയ്ക്ക്. അല്ലാതെ തന്നെ ഒരു ഹെയർ പിന്നോ എന്തെങ്കിലും ഒരു ഡ്രസ്സോ ഇട്ടാൽ കുത്തുണു എന്ന് വിളിക്കുന്നവളാണ് വേദ. അപ്പോൾ ഇത്രയും സെറ്റപ്പ് തലയിലും ദേഹത്തുമൊക്കെ കയറിയിരിക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ പരാതിയൊന്നും പറയത്തില്ല, പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാവും കളിക്കുന്നവരെ അങ്ങനെ അനങ്ങാതെ ഇരിക്കും കേട്ടോ, വലിയ ബുദ്ധിമുട്ടോടുകൂടി. അപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അവിടെ ബുക്ക് പൂജ വയ്പ്പ് കഴിഞ്ഞ ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു തിരുവാതിരക്കളിയുണ്ട്. ആ തിരുവാതിരക്കളിയും കഴിഞ്ഞിട്ടാട്ടോ വേദയുടെ പ്രോഗ്രാം. അത് തിരുവാതിര കളിക്കാൻ കുറച്ച് ചേച്ചിമാർ ഇവിടെ നിൽക്കുന്ന കണ്ട് ഞാൻ നോട്ടീസ് എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടതല്ല ശ്രദ്ധിച്ചത്. തിരുവാതിരക്കളി കഴിഞ്ഞിട്ടാണ് വേദയുടെ പ്രോഗ്രാം. അപ്പോൾ 7 മണിയായപ്പോഴേക്കും ബുക്ക് പൂജ വെക്കാനായിട്ട് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയത്ത് പൂജയുടെ താമസം ഉണ്ടാവും. അത് കഴിഞ്ഞ് തിരുവാതിരക്കളി ഒരു 5-10 മിനിറ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ തിരുവാതിരക്കളി ഒരു 1.5 മണിക്കൂർ, 1.5 അല്ല കേട്ടോ, ഒരു 1/4-3/4 മണിക്കൂർ നീണ്ടു നിന്നു തിരുവാതിരക്കളി മാത്രമല്ലായിരുന്നു, അത് കഴിഞ്ഞ് കൈകൊട്ടിക്കളിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ടീം തന്നെ ഒരു 3/4 മണിക്കൂറോളം പ്രോഗ്രാം അവർക്കുണ്ടായിരുന്നു. വേദയുടെ ഡാൻസ് ആവട്ടെ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു ഡാൻസാണ് കളിക്കുന്നത്. കാരണം വേദയ്ക്ക് അത്രയും നന്നായിട്ട് കളിക്കാൻ പറ്റുന്നൊരു ഡാൻസ് മാത്രമേ എടുത്തുള്ളൂ. ഒറ്റയ്ക്കൊക്കെ കളിക്കുമ്പോൾ തെറ്റിപ്പോയാൽ പിന്നെ അതൊരു മോശമാണ്, അറിയാതെ വന്നാൽ അതൊരു മോശമാണ്. കൂടെയൊക്കെ നിന്ന് കളിക്കുമ്പോൾ അത് അത്രയും ആരും അറിയത്തില്ല. അതുകൊണ്ട് വേദയ്ക്ക് അത്രയും അറിയാവുന്ന നല്ലൊരു പാട്ട് നോക്കിയിട്ടാണ് വേദ കളിക്കുന്നത് കേട്ടോ. അങ്ങനെ ചിലങ്കയെല്ലാം കെട്ടിയിരുന്നപ്പോഴേക്കും തിരുവാതിര കളിക്കാനുള്ള ചേച്ചിമാരെല്ലാം എത്തി. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വന്നതുകൊണ്ട് ദീപാരാധനയും കാര്യങ്ങളും ഒക്കെ കാണാനും ഒക്കെ പറ്റി കേട്ടോ. അങ്ങനെ നിന്നപ്പോൾ ദിയയും അമ്മൂമ്മയും ഗൗതവും കൂടി വന്നു. അവരും ബുക്കൊക്കെ പൂജ വയ്ക്കാനായിട്ട് വന്നതാണ്. പിന്നെ വേദയുടെ ഡാൻസും കാണാമെന്നൊക്കെ പറഞ്ഞ് വന്നതാട്ടോ. ഇനി 2-3 ദിവസം പിള്ളേർക്ക് ഓണം തന്നെ അല്ലേ. അല്ല എങ്കിൽ എത്ര സ്കൂളില്ല ക്ലാസ്സില്ല എങ്കിൽ പടി എന്ന് 100 വട്ടം നമ്മളൊരു ദിവസത്തിനിടയിൽ പറയും. പക്ഷേ ഇതിപ്പോൾ ബുക്ക് പൂജ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ പടി എന്ന് പറയാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 2 ദിവസം മേളം തന്നെ. ഇനി 2-ാം തീയതി ബുക്ക് പൂജ എടുക്കുന്നു എന്നത് കേട്ടപ്പോൾ വേദയുടെ സന്തോഷം കാണണം കേട്ടോ. മിനിയാൻ്റെയും തേനും കണ്ണനും വന്നിട്ടുണ്ട് കേട്ടോ. വേദയുടെ ഡാൻസ് കാണാനും അമ്പലത്തിൽ കയറി തൊഴുത്ത് ഇറങ്ങാനും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞു വന്നത്, ബുക്ക് പൂജ വയ്ക്കുന്ന കാര്യം. ശരിയാ, 2-ാം തീയതി ബുക്ക് എടുക്കത്തുള്ളൂ. വേദയ്ക്ക് 2-ാം തീയതി കഴിയുമ്പോഴേക്കും എക്സാമാണ്, 6-ാം തീയതി എക്സാമാണ്. പഠിക്കാനും ഒരുപാടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബുക്ക് പൂജ വയ്പ്പ് കഴിഞ്ഞു. ഇനി നേരെ പരിപാടി കേട്ടോ. വേറെ ഇവിടെ ഇനി പരിപാടികളൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തിരുവാതിരയാണ്. തിരുവാതിര കഴിഞ്ഞിട്ടേ വേദയുടെ പ്രോഗ്രാം ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. തിരുവാതിരയുടെ കാര്യമേ ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ കരുതി വേദയുടെ പ്രോഗ്രാം കഴിഞ്ഞായിരിക്കും തിരുവാതിരയെന്ന്. പക്ഷെ നേരെ മറിച്ചായിരുന്നു. തിരുവാതിര കഴിഞ്ഞിട്ടായിരുന്നു വേദയുടെ പ്രോഗ്രാം. എല്ലാവരോടും ഞാൻ 7:30 മണിയെന്നാണ് പറഞ്ഞത്. പ്രോഗ്രാം കാണാൻ 7:30 മണിയാകുമ്പോൾ വരണേ എന്നാണ് പറഞ്ഞത്. 7:30 മണിക്ക് ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതൊരു 3/4 മണിക്കൂർ നീണ്ട കേട്ടോ. ഒരു 8-8:15 വരെ ആ ഒരു തിരുവാതിര 3/4 അരമണിക്കൂറോ ആണ് കേട്ടോ നീണ്ടു. 8:15 ആയപ്പോഴാണ് വേദയ്ക്കടുത്ത് സ്റ്റേജിൽ കയറാനായിട്ട് പറ്റിയത്.
അപ്പോൾ എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഒക്കെ വേദയുടെ ഡാൻസ് കാണാനുണ്ടല്ലോ. നമ്മൾ ദീപാരാധന സമയമൊക്കെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കരുതി പ്രോഗ്രാമൊക്കെ കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ, അതോ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരുന്നു. പക്ഷേ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരുവാതിര ടീംസിൻ്റെ ആൾക്കാരും എല്ലാവരും ഒക്കെ ആയപ്പോൾ കുറച്ച് പേര് കാണാനൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ദിയയുടെ വീട്ടിൽ നിന്നാണെങ്കിലും മിനി ആൻറ്റിയൊക്കെ ആണെങ്കിലും വേദയുടെ അവിടെയൊക്കെ വേദയ്ക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ കാണാൻ വരും. അവർക്കൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മളും കാണാൻ പോകും കേട്ടോ. അതൊരു സന്തോഷമല്ലേ കുട്ടികൾക്ക്. വേദയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദിയയുടെയൊക്കെ പ്രോഗ്രാം കാണാൻ പോവാമെന്ന് പറയും. അവരുടെ ഫ്രണ്ട്സിൻ്റെ പ്രോഗ്രാംസ് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രോഗ്രാംസ് വരുവാണെങ്കിൽ പോവും. മിനി ആൻറ്റിയും എല്ലാ പ്രോഗ്രാംസും ഒക്കെ കാണാനൊക്കെ വിളിച്ചാൽ വരും കേട്ടോ. വേദയുടെ അരങ്ങേറ്റത്തിനും ഒക്കെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ നേരെ സ്റ്റേജിലേക്ക് പോവുകയാണ്. സ്റ്റേജിൽ പോയി ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുളമായേനെ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. നല്ല മഴ 2 ദിവസം മുന്നേ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല ഇതായിട്ട് നിൽപ്പുണ്ട്. മഴയായിരുന്നെങ്കിൽ കുളമായേനെ. അങ്ങനെ എല്ലാവരും സീറ്റ് പിടിച്ചു. നമ്മളൊക്കെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു കേട്ടോ. വേദയുടെ ഡാൻസ് അതിഗംഭീരമായിട്ട് കാണാമെന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ തന്നെ സീറ്റെല്ലാം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. വേദയുടെ ഡാൻസ് ഞാൻ ഇടുന്നില്ല കേട്ടോ. അത് നമുക്ക് ചിലപ്പോൾ ഇനി കോപ്പിറൈറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വേദയുടെ ഡാൻസ് ഞാൻ വലിയ രീതിയിൽ ഇടുന്നില്ല. മീൻസ് വോയിസോട് കൂടി ഇടുന്നില്ല. ചെറുതായിട്ടൊന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇനി ഇങ്ങനൊരു അവസരം വന്നാൽ ഞാൻ വീണ്ടും വേദയെ കളിപ്പിക്കും കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ പോലെയാണ് ഞാൻ വേദയെ കളിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒരു കാര്യം പറയാമല്ലോ, സത്യമായിട്ടും അടിപൊളിയായിട്ട് വേദ ഡാൻസ് കളിച്ചു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത്രയും നാളിനിടയിൽ വേദ ഇത്രയും ഭംഗിയോടെ കളിക്കുന്നത് ഇന്നത്തെ ആ ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് അഭിനയിച്ച് ചിരിച്ച് നല്ല ഭംഗിയോടെ വേദ കളിച്ചു. ഞാൻ എൻ്റെ മകളായതുകൊണ്ട് തള്ളി പറയുന്നതോ ഒന്നുമല്ല. കളിച്ചില്ലെങ്കിൽ കളിച്ചില്ല എന്ന് തന്നെ പറയും. പക്ഷേ ഇന്നത്തെ പെർഫോമൻസ് അവൾ ഒറ്റയ്ക്കാണ് കളിച്ചതെങ്കിലും അത്രയും മനോഹരമായിട്ട് അവൾ കളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടിരുന്നവർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അതിപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറയും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് വേദയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. അവൾ വളരെ നന്നായിട്ട് വളരെ 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 നന്നായിട്ട് അവൾ കളിച്ചു കേട്ടോ. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും വേദ ഇത്രയും ഭംഗിയോടെ കളിക്കില്ല. അപ്പം ഞാൻ കരുതി ഓക്കെ അവൾ കളിച്ചിട്ട് വരും, അത്രേ ഉണ്ടാവുള്ളൂ, കളിക്കും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ചിരിക്കുമെന്നോ അഭിനയിച്ച് കളിക്കുമെന്നോ ഒന്നും, അത് ഇത്രയും നാളും അവൾ കളിക്കെങ്കിലും ഒന്നൊരു ചെറു പുഞ്ചിരിയോടെ കളിക്കുമെങ്കിലും അഭിനയിച്ചൊക്കെ കളിക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്ന് നന്നായിട്ട് അഭിനയിച്ച് ചിരിച്ചൊക്കെ കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞിട്ടാവുന്ന എന്നെ നാണം കെടുത്തരുത്, എല്ലാവരും കാണാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൾ അടിപൊളിയായിട്ട് കളിച്ചു. വേദയ്ക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞു കേട്ടോ. കാരണം വേറൊന്നുമില്ല, അത്രയും പേരൊക്കെ കാണാൻ വന്നിരിക്കുമ്പോൾ ഒറ്റയ്ക്കൊക്കെ കളിക്കുമ്പോൾ അത്രയും ഭംഗിയോടെ കളിച്ചു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് ഞാൻ ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ഞാൻ സ്കൂൾ വെറുതെ അല്ല, ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെയിലത്തും മഴയത്തും കൊണ്ടുപോയി കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ നീണ്ട ഒരു തിരുവാതിര കളി ഒക്കെ കഴിഞ്ഞ ശേഷം വേദയുടെ പ്രോഗ്രാമിനുള്ള സമയമായി. ആ ഒരു കുഞ്ഞു മോൾ അവിടെ നിന്ന് കളിക്കുന്നത് നിങ്ങൾ കണ്ടോ? എൻ്റെ അമ്മ എന്തൊരു എനർജറ്റിക് ആയിട്ട് അവിടെ നിന്ന് ആരും നോക്കാണ്ട് ഒരു കൂസലും ഇല്ലാണ്ട് ആ കൊച്ച് ഈ പാട്ടിനൊത്ത് വേദയുടെ ഡാൻസിന് ഒത്ത് അടിപൊളിയായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കിടന്ന് ഉഴുതുമറിയായിരുന്നു കേട്ടോ. ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു ഗേളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിരുവാതിര കളി കാണുന്നതിലുപരി ആ കുട്ടിയുടെ ഡാൻസാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ നോക്കിയിരിപ്പിന് ശേഷം വേദ സ്റ്റേജിലേക്ക് കയറുകയാണ്. 8 മണിയായിട്ടോ സ്റ്റേജിലേക്ക് കയറിയപ്പോഴേക്കും. 8-8:15 മണിയായി സ്റ്റേജിലേക്ക് കയറിയപ്പോഴേക്കും. വേദ ഡാൻസ് എല്ലാം ഞാൻ പറഞ്ഞില്ല, മനോഹരമായിട്ട് ഗംഭീരമായിട്ട് നല്ലതുപോലെ കളിച്ചു. ഒരുപാട് സന്തോഷത്തോടെ. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഡാൻസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു പോർഷൻ മാത്രമേ ഇടുന്നുള്ളൂ. ഒരുപാടൊന്നും ഇടുന്നില്ല, കാരണം അതിൽ വോയിസ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വെറുതെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും കേൾക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ജസ്റ്റ് ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും അവരവരുടെ വീട്ടിൽ പോകും. ഇനി ദീപ ചേച്ചി ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല, നേരെ അവരങ്ങ് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. ഏട്ടനാണെങ്കിൽ അച്ഛനെ കൊണ്ടുവന്ന് നേരെ നെട്ടയത്താക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചീമയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും വേദയും ചീമയും കൂടെ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോയത് കേട്ടോ. എന്തായാലും ആ ഒരു കാര്യം, ആ ഒരു സന്തോഷ നിമിഷം കഴിഞ്ഞു. അമ്പലത്തിൽ എൻ്റെ വേദക്കുട്ടി ഒറ്റയ്ക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം പെർഫോം ചെയ്തിരിക്കുകയാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊരുപാട് സന്തോഷത്തോടെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുക കേട്ടോ. കുഞ്ഞു ഡാൻസായിരുന്നു. ഒരുപാട് സമയം ആരെയും മുഷിയിച്ചില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരെയും വിഷമിപ്പിക്കാണ്ട് പെട്ടെന്ന് തന്നെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ അമ്പലത്തിലുണ്ടായിരുന്ന ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ഒറ്റ ഡാൻസേ ഉള്ളൂ എന്ന്. ഞാൻ പറഞ്ഞില്ല, ഉള്ളൂ ചേട്ടാ, ഒറ്റ ഡാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ചീമയൊക്കെ എല്ലാ ഡാൻസും പ്രോഗ്രാം കാണാൻ വരുന്നതാട്ടോ. അപ്പോൾ അവർക്കും കണ്ടപ്പോൾ ഓരോ പ്രാവശ്യം അവൾ ഓരോ ബെറ്റർ ആയിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു. ദീപചേച്ചിയൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വേദയുടെ പ്രോഗ്രാം കാണാൻ വരുന്നത്. അവരെല്ലാവരും പല പല തിരക്കുകളായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും കാണാൻ വരാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ സമയം കിട്ടി, സമയം കണ്ടെത്തി വന്നു, വേദയുടെ പ്രോഗ്രാം കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ വേറൊന്നുമില്ല, എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെയും കുഞ്ഞുമക്കളെയൊക്കെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവുക. ഒരു നാൾ അവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വേദയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വേദയ്ക്ക് ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് ഡാൻസിന് കൊണ്ടുപോയില്ലെങ്കിൽ വേദയ്ക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി കുറേ ഇതാവുമ്പോൾ കുട്ടികൾ അവർക്കും പഠിച്ച് വരുമ്പോൾ അതിലേക്ക് ഇഷ്ടം സ്വാഭാവികമായിട്ട് വന്നു തുടങ്ങും. അപ്പോൾ ഈ വിജയദശമി നാളിൽ നിങ്ങളെ മക്കളെയൊക്കെ എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ തുടക്കം കുറിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തുടക്കം കുറിക്കുക. നല്ലൊരു നിലയിൽ എല്ലാ കുഞ്ഞുമക്കളും എത്തട്ടെ. അവർക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും മാറ്റി വയ്ക്കരുത്. നമ്മൾ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർ പഠിക്കുന്നതും പഠിക്കാത്തതും രണ്ടാമത്തെ കാര്യമാണ്. നാളെ നമ്മൾ ഇതൊന്നും പഠിപ്പിച്ചില്ല, ചെയ്യിപ്പിച്ചില്ല എന്നൊന്നും ഒരിക്കലും പരാതി പറയരുത്. ഇപ്പോൾ ഞാനും ചീമയും അച്ഛന് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നു. ഡാൻസ് പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു, ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല വയലിൻ പഠിപ്പിച്ചു. അച്ഛനെ കൊണ്ട് പറ്റുന്ന മാക്സിമം അച്ഛൻ ചെയ്യിപ്പിച്ച് തന്നിട്ടുണ്ട്. അച്ഛനെ ഇനി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അച്ഛൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പഠിക്കാത്തതെന്ന്. അച്ഛൻ്റെ മാക്സിമം നമുക്ക് പറ്റുന്നതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ നാളെ എൻ്റെ കുട്ടിയും പറയല്ലേ എന്ന് കരുതിയിട്ടാണ്, അയ്യോ അമ്മ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ പഠിക്കാത്തത് എന്ന് പറയില്ലെന്ന് കരുതി ഞാൻ വേദയും ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേദയ്ക്കത് പറയാൻ പറ്റില്ല, അമ്മ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ പഠിക്കാത്തതെന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. പഠിക്കുന്നതും പഠിക്കാത്തതും രണ്ടാമത്തെ കാര്യം കേട്ടോ. പിന്നെ ഇതിനെല്ലാം മെനക്കെടാൻ ഒരാൾ വേണം എന്നുള്ളത് രണ്ടാമത്തെ സത്യം. എങ്കിൽ മാത്രമേ ഇതിനെല്ലാം കൊണ്ട് നടന്ന് പഠിപ്പിച്ച് നമുക്കെടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ കുട്ടികളെയും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സമയം കണ്ടെത്തി അതെല്ലാം പഠിപ്പിച്ച് അവരെ നല്ലൊരു സന്തോഷത്തിൽ അവരെ ഇഷ്ടത്തിന് നല്ല സന്തോഷത്തോടെ വിടുക. ഓക്കെ. സോ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എഴുത്തിനിരുത്തുന്നതും അതുപോലെ ഇതുപോലെ പുതിയ ഓരോ പഠിക്കുന്ന എല്ലാ മക്കൾക്കും എൻ്റെയും വേദക്കുട്ടിയുടെയും അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യാം. ടാറ്റാ, ബൈ.